കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴയിലും ശക്തമായ കാറ്റിലും പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. തൃശൂർ, വിൽവട്ടം, ചേറൂർ മേഖലകളിൽ മിന്നൽ ചുഴലിയുണ്ടായി. കാറ്റിൽ മരം വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടമാണോ തൃശൂരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, തൃശ്ശൂരിൽ രണ്ടിടങ്ങളിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. ഒന്ന് വിൽവട്ടം, ചേറൂർ മേഖല, മറ്റൊന്ന് പൂച്ചട്ടി മേഖലയിലാണ്. ഈ പൂച്ചട്ടി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത്. ഈ തൃശ്ശൂർ നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂള് കെട്ടിടത്തിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത്. അതും നിരവധി മരങ്ങളാണ് ഈ സ്കൂൾ കെട്ടിടത്തിലേക്ക് മുകളിലേക്ക് വീണത്. LKG ക്ലാസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്കാണ് വലിയ മരങ്ങൾ കടപുഴകി വീണത്. പക്ഷേ ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രക്ഷിതാക്കളുടെ അടക്കം നിരവധി വാഹനങ്ങളാണ് മരം വീണ തകർന്നത്. ഏകദേശം 10ഓളം വാഹനങ്ങൾ ഈ വലിയ തേക്ക് മരങ്ങൾ വീണ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റേ അധ്യാപകർക്കോ ഒന്നും തന്നെ പരിക്ക് പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആളപായം ഉണ്ടാകുന്ന രീതിയിലേക്കൊന്നും പോയില്ല എന്നുള്ളത് വളരെ ഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷേ നിരവധി നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ, രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അടക്കമുള്ള നിരവധി വാഹനങ്ങളാണ് മരം കടപുഴകി വീണ് തകർന്ന ഒരു സാഹചര്യമുള്ളത്. സമാനമായി തന്നെ ഈ തൃശൂർ വില്ലടത്തും വിൽവട്ടത്തും ചേറൂർ മേഖലയിലും ഒക്കെ മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീണു. അതിനെ തുടർന്ന് റോഡിലേക്ക് പല മരങ്ങളും വീണു. മണിക്കൂറുകളോളമാണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടത്. പക്ഷേ അവിടെ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും തൃശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മിന്നൽ ചുഴലി അതുപോലത്തെയുള്ള വലിയ കാറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. പലയിടങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളപായമില്ലാത്തത് വലിയ രീതിയിലുള്ള അപകടം അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കാറുകളടക്കം, വാഹനങ്ങളടക്കം നിരവധി നാശനഷ്ടങ്ങളാണ് ഈ മിന്നൽ ചുഴലിയിൽ സംഭവിച്ചിട്ടുള്ളത്. ശ്രീജ.